ഞാനുണ്ടല്ലോ അതിൽ തന്നെ മാർക്കറ്റിൽ മീൻ വിറ്റ് ഒരു 2-2.5 വർഷം 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ യൂണിയൻ ഉണ്ട്. യൂണിയത്തിൽ കയറി. യൂണിയൻ എന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബിസിനസ്സായിട്ട് ആൾക്കാർ വന്നിട്ട് ഒരു 4-5 ബോക്സൊക്കെ വെച്ചിട്ട് പെട്ടിയിൽ മീൻ എടുത്തുകൊണ്ട് പോകാറുണ്ട്. 30 കിലോ വെച്ചിട്ട് ഒരു 5-6 ബോക്സ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് യൂണിയത്തിൽ കയറി. യൂണിയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനീഷേട്ടൻ ഒരു മീൻ കച്ചവടക്കാരനാണെന്ന് വെച്ചാൽ അനീഷേട്ടൻ വന്നൊരു 30 കിലോൻ്റെ ബോക്സ് എടുത്ത് അങ്ങനത്തെ ഒരു 10-20 ബോക്സ് എടുക്കും. അനീഷേട്ടൻ്റെ വണ്ടി അവിടെയാണെങ്കിൽ ഞാൻ ഈ ബോക്സ് കൊണ്ട് അവർക്ക് വലിച്ചു വെച്ച് കൊടുക്കണം. ഒരു കൊത്തി പോലത്തെ സാധനം ഉണ്ടാവും നീണ്ടിട്ട്, അതുകൊണ്ട് വലിച്ചുകൊണ്ടേ കൊടുക്കണം. ഒരു ബോക്സ് വലിച്ചാൽ 20 രൂപയാണ് കിട്ടുന്നത്. മറ്റേ റോക്കി ബയറിനല്ല ഒരു ഷൂ പോളിഷ് ചെയ്താലായിരുന്നു ബൺ മേടിക്കാനുള്ള കാശിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഇപ്പം ഇതേപോലത്തെ ടൈലൊന്നും അല്ലാതെ ഈ പൊങ്ങിയും താഴ്ന്നു നിൽക്കുന്ന ടൈപ്പ് ഒരു ഇതാണ്. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ഇത് വരത്തില്ല. ഇത് കാലിൽ കയറുമ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല കേട്ടോ, ഒരിക്കലും എൻ്റെ പ്രായമുള്ള വേറെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അതല്ലാണ്ടും ഒരുപാട് പേര് ഈ പണിയെടുക്കുന്നുണ്ട്. കഷ്ടപ്പാടായിട്ട് പറയല്ല. അപ്പോൾ ഞാൻ എൻ്റെ കടന്നുപോയ എക്സ്പീരിയൻസ് പറയുവാണ്. ഇതവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അപ്പം 30 കിലോൻ്റെ ഒരു 5 ബോക്സ് നിരത്തി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവിടെ ഇവിടെ നിന്ന് അവിടം വരെ എത്തുമ്പോഴത്തേക്കും ഒരു ടൈം എടുക്കും. ആ സമയം കൊണ്ട് ബാക്കിയുള്ളവർ ഇത് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ 20 രൂപയേ ഉള്ളൂ ആക്ച്വലി. പക്ഷേ 5 ബോക്സ് നിരത്തി വെച്ച് വലിച്ചു കഴിഞ്ഞാൽ 100 രൂപ. 30 × 5 എത്ര കണക്കറിയില്ല. 30, 60, 90, 100 എത്രയൊക്കെ ആവട്ടെ. അപ്പോൾ അത് ഒറ്റയടിക്ക് വലിക്കുമ്പോഴേക്കും നമുക്ക് 100 രൂപ കിട്ടും. സോ ഇതേപോലെ ഒരു 4:30-3 മണിയാകുമ്പോൾ ചെന്ന് പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 8:30-9 മണി വരെയും വലിക്കും. ഇത് വലിച്ചു പോയി അവിടെ അപ്പോഴത്തേക്കും എൻ്റെ ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് ജിമ്മിലെ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെന്നോട് പറയും, അല്ലെങ്കിൽ ചേട്ടാ ഞാൻ പറയടാ നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ പൈസ മുടക്കിയിട്ട് ചെയ്യുക, എന്നാലേ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ചേട്ടനത് പറയാം, ചേട്ടൻ്റെ കാശുണ്ട് ചേട്ടൻ്റെ. അപ്പം ഇവരെൻ്റെ ബാക്ക് സ്റ്റോറി കാണുന്നില്ല, ഔട്ട്ഫിറ്റും ഇതും രൂപവും മാത്രമേ കാണുന്നുള്ളൂ. ചേട്ടൻ്റെ കയ്യിൽ കാശുണ്ട്, ചേട്ടൻ്റെ വീട്ടിൽ കാശുണ്ട്. അപ്പം ഞാൻ അവനോട് പറയണ്ട, ഇവനൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ പോയി പണിയെടുക്കുവാണ് അവിടെ കിടന്നിട്ട്. എന്ന് വെച്ചാൽ 4:30-3, അതും വെറുതെ ഉള്ളൊരു പണിയല്ല, ഇത് നിസ്സാര പണിയല്ല ഈ വലിച്ചുകൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഭയങ്കര അഭിമാനത്തോടെയും എന്താ പറയുക, ഒരു ഫയർ ഉണ്ട് എൻ്റെ ഉള്ളിൽ. നീയൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ചെയ്യണമെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ലാണ്ട് ചമ്പക്കര ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ എൻ്റെ കൂടെ പഠിക്കണവരൊക്കെ തന്നെ യൂണിഫോം അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ചുവപ്പ് ഷർട്ടൊക്കെ ഇട്ടിട്ട്, യൂണിയത്തിൽ ചുവപ്പ് ഷർട്ടുണ്ട്, ചുവപ്പ് ഷർട്ട് ഇട്ട് ഞാൻ ഈ ബോക്സ് വലിച്ചുകൊണ്ട് പോകണത്. ഇവരുടെ ഫ്രണ്ടിൽ കൂടിയാണ് പോണത്. അപ്പോൾ ഇവരെന്നോട് അതല്ലാത്ത സമയത്ത് ചോദിക്കുന്നത്, എനിക്ക് ഇത് വലിച്ചുകൊണ്ട് പോകും നമ്മുടെ ഫ്രണ്ടിൽ കൂടി കാണാൻ കൊള്ളുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാവും, പരിചയമുള്ളവരൊക്കെ തന്നെയാണ്. എനിക്ക് ചമ്മലൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ചില ബന്ധുക്കൾ വെച്ചിട്ടുണ്ട്, നീ ഇത്രയും പഠിച്ചില്ല, നീ എന്തിനാ ഈ പണിക്ക് പോകണേ എന്നുള്ള രീതിയിൽ. ഞാൻ ചോദിക്കടാ, ഞാനെന്തിനാണ് നാണിക്കണത്? ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന കാശാണ്, അല്ലാണ്ട് അച്ഛൻ്റെയോ ഞാനൊരിക്കലും എൻ്റെ അച്ഛൻ്റെയോ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു സാധനം വേണമെങ്കിൽ ഞാൻ മേടിച്ചിടണം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള എൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു ബ്രാൻഡായിട്ടുള്ള ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ തന്നെ മേടിച്ചിടണം. അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പറയും, ഞാൻ എൻ്റെ അച്ഛൻ്റെയോ ഇവരുടെയോ കാശിനല്ല ഇതെല്ലാം ചെയ്യുന്നത്, നീ അതിനായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റും. എൻ്റെ ബാക്ക് സ്റ്റോറി ആർക്കും നിങ്ങൾക്ക് അറിയില്ല. സോ ഞാനപ്പോൾ ഭയങ്കര അഭിമാനത്തോടും പ്രൗഡായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഞാൻ ഇട്ടേക്കണ അഡിഡാസിൻ്റെ ജാക്കറ്റ് ആണെങ്കിൽ ഇത് ഞാൻ വലിച്ചുണ്ടാക്കിയ കാശ, ഞാൻ മീൻ വിറ്റുണ്ടാക്കിയ കാശ, അല്ലെങ്കിൽ ഞാൻ പേപ്പർ ഇടാൻ പോയി ഉണ്ടാക്കിയ കാശ.